മന്നാ പ്രതിദിന മന്നാ സമൃദ്ധമായ ജീവൻ നൽകും മന്നാ. പ്രതിദിന മന്നയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം തെറ്റ് ചെയ്തവരോടുള്ള നമ്മുടെ മനോഭാവം. ഉൽപ്പത്തി പുസ്തകം 14:12 അബ്രഹാമിന്റെ സഹോദരന്റെ മകനായി സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. ഉൽപ്പത്തി 14:14 തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. അബ്രഹാം തന്റെ സഹോദരപുത്രൻ ബന്ദിയാക്കപ്പെട്ട വാർത്ത കേട്ടപ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞില്ല, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അവൻ എന്തിനു പോയി? അവൻ പോകരുതായിരുന്നു. അവന് അങ്ങനെ തന്നെ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നെ വിട്ടു പോയത് കൊണ്ടാണ് അവന് ഇങ്ങനെ വന്നത്. തീർച്ചയായും ദൈവത്തിന്റെ കരം അവന്റെ മേൽ കഠിനമുള്ളതായി വന്നതാണ്. ഇങ്ങനെ അബ്രഹാമിന് പറയാമായിരുന്നു. എന്നാൽ അബ്രഹാം എന്താണ് ചെയ്തത്? 14 വാക്യം ഇങ്ങനെ പറയുന്നു. യഥാർത്ഥത്തിൽ അബ്രഹാം ഒരു ജയാളി ആയിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. അവൻ തന്റെ സ്വയത്തെ ജയിക്കുകയും വ്യക്തിപരമായ യാതൊരു അനുഭൂതികളും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്തു. ലോത്ത് തന്നോട് എങ്ങനെ പെരുമാറി എന്നത് അബ്രഹാമിന് ഒരു വിഷയമല്ലായിരുന്നു. അവൻ അപ്പോഴും ലോത്തിനെ തന്റെ സഹോദരനായി തന്നെ അംഗീകരിച്ചു. ലോത്ത് ഒരിക്കലും ജയിച്ചിട്ടില്ലായിരുന്നു. എങ്കിൽ പോലും അവൻ അബ്രഹാമിന്റെ അനന്തരവൻ ആയിരുന്നു. ലോത്ത് മെസൊപ്പൊത്താമിയയിലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ഹാരാനിലെത്തിയപ്പോഴും അവൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അവൻ കനാനിലെത്തിയ ശേഷവും അവൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അവൻ തനിക്കായി നല്ല ദേശം തിരഞ്ഞെടുത്ത് സോദോമിലേക്ക് നീങ്ങിപ്പോയി. എന്നിട്ടും അബ്രഹാം അവനെ തന്റെ സഹോദരപുത്രനായി അംഗീകരിച്ചു. കൂട്ടായ്മയുടെ അടിത്തറയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു ആത്മീക പോരാട്ടത്തിൽ ഏർപ്പെടുവാനും വിജയിക്കുവാനും സാധിക്കൂ. പോരാട്ടത്തിനുള്ള ശക്തി ലഭിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ യാതൊരു പരാതിക്കും സ്ഥാനം ഉണ്ടായിരിക്കരുത്. നമ്മുടെ സഹോദരൻ നമ്മോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോഴും നാം അവനെ നമ്മുടെ സഹോദരനായി തന്നെ കണക്കാക്കണം. അവനു വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും തുറന്ന മനസ്സോടെ സഹായിക്കുകയും വേണം. ഈ തരത്തിലുള്ള വ്യക്തിക്ക് മാത്രമേ ആത്മീക യുദ്ധം ചെയ്യുവാനുള്ള ശക്തി ഉണ്ടായിരിക്കുകയുള്ളൂ. അബ്രഹാം ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് പോരാടി. അതിനാൽ ശത്രുവിനെ ജയിക്കുവാൻ അവന് സാധിച്ചു. ജയാളിയായ അബ്രഹാമിന്റെ പ്രവർത്തനം നമുക്ക് ചെറുതായി തുടർന്ന് പരിശോധിക്കാം. പ്രിയരെ, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസ ജീവിതത്തിലെ യഥാർത്ഥ ജയം എന്താണെന്നതാണ്. ലോത്ത് അബ്രഹാമിന്റെ സഹോദരപുത്രൻ ലോകത്തിന്റെ സമൃദ്ധി തിരഞ്ഞെടുത്തു സോദോമിൽ ചെന്നു പാർത്തു. അവന്റെ ആ തിരഞ്ഞെടുപ്പ് അവനെ തടവുകാരനാക്കി തീർത്തു. 14-12 വാക്യം. പക്ഷേ ഇവിടെ ദൈവം നമ്മെ കാണിക്കുന്ന ഒരാളുണ്ട്, അബ്രഹാം. പ്രശ്നം അവൻ്റെതല്ലായിരുന്നു. എന്നാൽ വിശ്വാസത്തിന്റെ ഉത്തരവാദിത്വം അവൻ ഏറ്റെടുക്കുകയാണ്. ഈ വിഷയത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്ന ഒന്നാമത്തെ കാര്യം, പ്രശ്നം കേട്ടപ്പോൾ അബ്രഹാം പ്രതികരിച്ചു എന്നുള്ളതാണ്. 14-14 വായിക്കുന്നത്, അബ്രഹാം തന്റെ സഹോദരൻ തടവിലായി എന്ന് കേട്ടപ്പോൾ. അബ്രഹാം കേട്ടതോടെ ചോദ്യങ്ങളോ പരാതികളോ ഉന്നയിച്ചില്ല. ഇത് ലോത്തിന്റെ തെറ്റല്ലേ എന്ന് പറഞ്ഞില്ല. അവൻ പ്രവർത്തിക്കാൻ തയ്യാറായി. ഇതാണ് വിശ്വാസത്തിന്റെ അടയാളം. പ്രശ്നമെന്ന് കേട്ടാൽ പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനം ഇന്നും വേണ്ടതാണ്. പക്ഷേ ഇന്ന് സഭയിൽ, നമ്മുടെ കുടുംബത്തിൽ ഒരാൾ വീഴുമ്പോൾ നാം പറയാറുണ്ട്, അത് അവന്റെ തെറ്റാണ്,
പക്ഷെ അബ്രഹാം അങ്ങനെ പറഞ്ഞില്ല. അബ്രഹാം നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരൻ വീണാൽ രക്ഷിക്കാൻ ഇറങ്ങുക എന്നതാണ്. രണ്ടാമതായി അബ്രഹാം ഒരുക്കമുള്ള മനുഷ്യനായിരുന്നു. നമ്മൾ വായിക്കുന്നത് തന്റെ സ്വന്തം വീട്ടിൽ ജനിച്ച 318 പുരുഷന്മാരെ ആയുധധാരികളാക്കിക്കൊണ്ടാണ് ലോത്തിനെ വീണ്ടെടുക്കാനായി പോയത്. ഈ വചനം നമ്മോട് പറയുന്നത് ജയം ആകസ്മികമായി സംഭവിക്കുന്നതല്ല. അവൻ ആളുകളെ പരിശീലിപ്പിച്ചു, അവൻ ഒരുക്കങ്ങൾ നടത്തി, അവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അബ്രഹാം സമാധാനകാലത്തും യുദ്ധത്തിനായി ഒരുക്കം നടത്തുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മീകമായി നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന, വചന പഠനം, ഉപവാസം എല്ലാം ആത്മീക ജയത്തിനുള്ള ഒരുക്കങ്ങളാണ്. അബ്രഹാം അത് ചെയ്തു. മൂന്നാമതായി നമ്മൾ കാണുന്നത് അബ്രഹാം ധൈര്യത്തോടെ മുന്നേറി. അബ്രഹാം നേരിട്ടത് ചെറിയ ശത്രുക്കളെയല്ല, 4 രാജാക്കന്മാരുടെ സഖ്യത്തെയാണ്. എന്നിട്ടും അവൻ പേടിച്ചില്ല. കാരണം അവന്റെ ആത്മവിശ്വാസം ദൈവത്തിലായിരുന്നു, ശത്രുക്കളുടെ എണ്ണത്തിലല്ല. സങ്കീർത്തനം 56:3 നമ്മൾ വായിക്കുന്നത്, ഞാൻ പേടിക്കുന്ന ദിവസം ഞാൻ നിന്നിൽ ആശ്രയിക്കും, ദൈവത്തിൽ ആശ്രയിക്കും. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒറ്റയ്ക്കായാലും ജയിക്കും. ഇതാണ് നമുക്ക് ലഭിക്കുന്ന പാഠം. നാലാമതായി അബ്രഹാം ബുദ്ധിയോടെ പ്രവർത്തിച്ചു. അവൻ രാത്രിയിൽ അവരെ ആക്രമിച്ചു. ഇത് വെറും ധൈര്യം മാത്രമല്ല, ദൈവം നൽകിയ ജ്ഞാനം കൂടിയാണ്. ശരിയായ സമയം, ശരിയായ രീതി, ശരിയായ നീക്കം. വിശ്വാസം എന്നത് അവിവേകമല്ല, ദൈവജ്ഞാനത്തോടെ എടുക്കുന്ന തീരുമാനമാണ്, ധൈര്യമാണ്. പലരും തോൽക്കുന്നത് വിശ്വാസമില്ലാത്തതിനാലല്ല, ദൈവജ്ഞാനമില്ലാത്തതിനാലാണ്. അബ്രഹാമിന് അതുണ്ടായിരുന്നു. അഞ്ചാമതായി നമ്മൾ കാണുന്നത് അബ്രഹാമിന് സമ്പൂർണ്ണ ജയം ലഭിച്ചു എന്നുള്ളതാണ്. ഉൽപ്പത്തി 14:16 നമ്മൾ വായിക്കുന്നത്, എല്ലാം അവൻ തിരികെ കൊണ്ടുവന്നു. ലോത്ത് രക്ഷപ്പെട്ടു, സമ്പത്ത് തിരികെ ലഭിച്ചു, ദൈവനാമം മഹത്വപ്പെട്ടു. ഇവിടെ ജയം അബ്രഹാമിനുള്ള അത് മാത്രമല്ല, മറ്റുള്ളവർക്കുള്ള അനുഗ്രഹവുമാകുകയാണ്. നമ്മുടെ ജയങ്ങൾ നമ്മുടേത് മാത്രമല്ല, മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി ഉപയോഗപ്പെടണം. പ്രിയരെ, അബ്രഹാം ജയിച്ചത് ശക്തിയാലല്ല, സൈന്യത്താലല്ല, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ്. ഇന്നും ദൈവം നമ്മോട് ചോദിക്കുന്നു, പ്രശ്നം കണ്ടാൽ നാം പ്രതികരിക്കുമോ? നാം ഒരുക്കമുള്ളവരാണോ? നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുവോ? ദൈവത്തിൽ ആശ്രയിച്ച് ജയാളികളാകുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അബ്രഹാം ജയാളിയായി ജയജീവിതം ചെയ്തതുപോലെ ഞങ്ങളുടെ ജീവിതവും ജയാളികളായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണം, ഞങ്ങളെ സഹായിക്കണം, എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.